വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5-ലെ DC മിഷൻസ് എന്ന ടോപ്പിക്കാണ്. അതായത് ട്രേഡ്സ്മാൻ ഇലക്ട്രീഷ്യൻ്റെ റിവിഷൻ സീരീസാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 5-ലെ DC മിഷൻസിൽ എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് DC ജനറേറ്റർ, അതുപോലെ അതിൻ്റെ ടൈപ്സ് ഓഫ് DC ജനറേറ്റർ, പിന്നെ വരുന്നത് ആ ജനറേറ്ററിൻ്റെ DC ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ, ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് സീരീസ്, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേറ്റർ ഉണ്ട് അല്ലേ. സീരീസ് ജനറേറ്റർ ഉണ്ട്, ഷണ്ട് ഉണ്ട്, അതുപോലെ കോമ്പൗണ്ട് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് DC മോട്ടറും അതിൻ്റെ ടൈപ്സും, പിന്നെ യൂസ് ചെയ്യുന്ന DC മോട്ടറിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്? 3 പോയിൻറ്റ് സ്റ്റാർട്ടർ, 4 പോയിൻറ്റ് സ്റ്റാർട്ടർ, അതുപോലെ സ്പീഡ് കൺട്രോൾ മെഷീൻ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ മെയിൻ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു DC ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്കറിയാം. ബോത്ത് ഒരു DC മെഷീനിൽ DC ജനറേറ്ററും DC മോട്ടറിനെയും കൺസ്ട്രക്ഷൻ എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ ആൻഡ് DC മോട്ടർ, EMF ഇക്വേഷൻസ്, the difference between wave and lap winding, characteristics of DC generator, അത് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസും ഉണ്ട്. അതുകൂടാതെ എന്താണ് DC മോട്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം അതിൻ്റെ വർക്കിംഗ് ടൈപ്സ്, EMF ഇക്വേഷൻ, പിന്നെ ടോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട് നമ്മുടെ DC മോട്ടറിൻ്റെ കേസിൽ. അതുപോലെ വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, ദെൻ സ്പീഡ് കൺട്രോൾ ടെസ്റ്റിംഗ് ആൻഡ് മോട്ടർ ജനറേറ്റർ സെറ്റ്. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് DC മെഷീൻ എന്ന മൊഡ്യൂൾ 7-ൽ കവർ ചെയ്യുന്നത്. നമുക്കറിയാം 10 മാർക്സാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് DC മെഷീൻ അല്ലേ. ഒരു DC മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഡയറക്റ്റ് കറൻറ്റ്, അതായത് DC ഇലക്ട്രിസിറ്റി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഓർ മെക്കാനിക്കൽ എനർജി ഇൻറ്റു DC ഇലക്ട്രിസിറ്റി ഈസ് നോൺ എസ് എ DC മെഷീൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു DC മെഷീൻ എന്താ ചെയ്യുന്നത്? DC ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി, അതിനെയാണ് എന്ത് പറയുക? നമ്മൾ DC മോട്ടോർ പറയുക അല്ലേ. എന്താണ്? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യലാണ് ആരുടെ വർക്ക്? നമ്മുടെ DC മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ മെഷീൻസ് വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു DC ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ എസ് എന്താണ്? DC ജനറേറ്റർ. So both DC generator and motor have the similar construction wise എല്ലാം ഒരേ ഇത് തന്നെയാണ് നമ്മുടെ DC മോട്ടറിൻ്റെയും DC ജനറേറ്ററിൻ്റെയും. അപ്പോൾ ഒരു ടിപ്പിക്കൽ DC മെഷീനിൽ എന്തൊക്കെ മെയിൻ പാർട്സ്? ഇതാണ് നമ്മുടെ DC മെഷീൻ കൺസ്ട്രക്ഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും. എന്താണ് മെയിൻ ആയിട്ടുള്ളത്? എന്താണ് വെളിയിൽ കാണുന്ന ആരാണ്? യോക്ക് അല്ലെങ്കിൽ എന്താണ് ഫ്രെയിം എന്ന് പറയും അല്ലേ. പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്ന ആൾ. പിന്നെ അടുത്ത എന്താണ്? പോള് അല്ലെങ്കിൽ പോൾ ഷൂ. അതിലെന്താണ്? പോൾ വൈൻഡിങ് ഉണ്ട് അല്ലേ. ഫീൽഡ് കോയിലൊക്കെ അതിലാണ് ഈ പോൾ ഷൂവിലുണ്ട്. അതുപോലെ പോൾ കോറിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഫീൽഡ് കോയിലൊക്കെ വെക്കുന്നത്. പിന്നെ എന്താണുള്ളത്? ആർമേച്ചർ കണ്ടക്ടർ ഉണ്ട്, ആർമേച്ചർ ഉണ്ട്. ഇത് കൂടാതെ വേറൊരു സാധനം കൂടി ഉണ്ട്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കമ്മ്യൂട്ടേറ്റർ പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. അതിനകത്ത് കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. പിന്നെ എന്താണ്? ഷാഫ്റ്റ് ഉണ്ട്. ഇത്രയും പാർട്സ് ആണ് നമ്മൾ എന്തിനകത്ത് വരുന്നത്? ഒരു DC മെഷീനിൽ വരുന്നത്. ഏതൊക്കെയാണ് പാർട്സ്? യോക്ക് ഓർ ഫ്രെയിം, ആർമേച്ചർ, ഫീൽഡ് സിസ്റ്റം, കമ്മ്യൂട്ടേറ്റർ, ബ്രഷസ് ആൻഡ് ബിയറിംഗ്. ഇത്രയും പാർട്സുകളാണ് ഇതിൽ വരുന്നത്. നമ്മുടെ DC മെഷീൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ. ദെൻ യോക്ക് എന്താണ് നോക്കാം. യോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഔട്ടർ ഫ്രെയിം ഓഫ് എ DC മെഷീൻ ഈസ് കോൾഡ് യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയാം അല്ലേ. ഔട്ടർ ഫ്രെയിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ ബോൾ അസംബ്ലി ബട്ട് ആൾസോ ക്യാരി ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസിങ് ബൈ ദ ഫീൽഡ് വൈൻഡിങ് എന്നാണ് യോക്കിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ പോൾ ആൻഡ് പോൾ ഷൂ പറഞ്ഞാൽ എന്താണ്? പോൾസ് ആർ ജോയിൻ ടു ദ യോക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോൾട്ട് ഓർ വെൽഡിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് യോക്കിലേക്ക് പോൾസിനെ വെൽഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ദേ ക്യാരി ഫീൽഡ് വൈൻഡിങ് ആൻഡ് പോൾ ഷൂ ആർ ഫാസ്റ്റ് ആൻഡ് ടു ദം. അതുകൂടാതെ എന്തുണ്ട്? പോൾസിൽ ഫീൽഡ് വൈൻഡിങ്സും പോൾ ഷൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പോൾ ഷൂവിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് കോയിലിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സ്പ്രെഡ് ഔട്ട് ദ ഫ്ലക്സ് ഇൻ എയർ ഗ്യാപ്പ് ആണ്. യൂണിഫോംലി ആയിട്ട് നമ്മൾ എന്താണ് എയർ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് എന്താ പോൾ ഷൂവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് ഉണ്ടാക്കുന്നത്? കോപ്പർ വെച്ചിട്ടാണ് കേട്ടോ. ദേ ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് of copper. Then field coils are former wounded and placed on each pole and are connected in series ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ്? they are wounded in such a way that they energize, they form alternate north and south pole. എന്തിനുണ്ട്? നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്സ് നോക്കി വയ്ക്കുക. അതിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
ദെൻ ആർമേച്ചർ കോർ എടുത്തു കഴിഞ്ഞാൽ വളരെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്താണ് ആർമേച്ചർ കോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡി സി മെഷീൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ട് അതായത് റോട്ടറാണ് എന്ന് പറയുന്നത് ആർമേച്ചർ കോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് വിത്ത് സ്ലോട്ട്സ് ടു ക്യാരി ആർമേച്ചർ വൈൻഡിങ് ദെൻ ദ ആർമേച്ചർ ഈസ് ബിൽഡ് അപ്പ് തിൻ ലാമിനേറ്റഡ് സർക്കുലർ സ്റ്റീൽ ഡിസ്ക് ഫോർ റെഡ്യൂസിങ് എഡി കറന്റ് ലോസസ് എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത് തിൻ ലാമിനേറ്റഡ് സർക്കുലർ സ്റ്റീൽ ഡിസ്ക് വെച്ചിട്ടാണ് അത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ ആർമേച്ചർ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ആണ് വളരെ important. Next point, armature core is made up of silicon steel lamination which are insulated from each other by insulating varnish coating. So these laminated are used to reduce eddy current losses. It may be provided with air ducts from the axial airflow for cooling purpose. That armature is keyed to the shaft like key ചെയ്തിട്ടുണ്ട് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് പാർട്ട്സ് ഏതാണ് ആർമേച്ചർ വൈൻഡിങ് അതെന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫോർമർ വൗണ്ട് കോപ്പർ കോയിൽ കൊണ്ടാണ് ഇറ്റ് ഈസ് യൂഷ്വലി എ ഫോർമർ വൗണ്ട് കോപ്പർ കോയിൽ വിച്ച് റെസ്റ്റ് ഇൻ ആർമേച്ചർ സ്ലോട്ട്സ് സോ ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഓൾസോ ഫ്രം ദ ആർമേച്ചർ കോർ ദെൻ ആർമേച്ചർ വൈൻഡിങ് ക്യാൻ ബി വൗണ്ടഡ് ബൈ വൺ ഓഫ് ദ മെത്തേഡ് ആർമേച്ചർ കോയിൽ എങ്ങനെയാണ് വൗണ്ട് ചെയ്തിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ലാബ് വൈൻഡിങ് അല്ലെങ്കിൽ എന്താണ് വേവ് വൈൻഡിങ് വെച്ചിട്ടാണ് അത് വൗണ്ട് ചെയ്തിട്ടുണ്ടാവുക സോ ഡബിൾ ലെയർ ലാബ് ഓർ വേവ് വൈൻഡിങ് ആർ ജനറലി യൂസ്ഡ് അതുപോലെ തന്നെ എന്താണ് ഈ ഡബിൾ ലെയർ വൈൻഡിങ് എന്നാൽ എന്താണ് ഓരോ ആർമേച്ചർ സ്ലോട്ട് വിൽ ക്യാരി 2 ഡിഫറെൻറ്റ് കോയിൽസ് എന്നാണ് അപ്പോൾ അതാണ് ആർമേച്ചർ വൈൻഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് വൗണ്ട് കോപ്പർ കോയിൽ കാരണം വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിനെ കേട്ടോ അതായത് ലാബ് വൈൻഡിങ് ഉണ്ടാവും വേവ് വൈൻഡിങ് ഉണ്ടാവും അതുകൂടാതെ ഡബിൾ ലെയർ ലാബ് ഓഫ് വേവ് വൈൻഡിങ് ആണ് സാധാരണയായി യൂസ് ചെയ്യുന്നത് എന്നാണ് ആർമേച്ചർ വൈൻഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് Then next എന്താണ് കമ്മ്യൂട്ടേറ്റർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഇൻ കേസ് ഓഫ് ഡി സി ജനറേറ്റർ ദ കമ്മ്യൂട്ടേറ്റർ ഈസ് യൂസ് ടു കൺവേർട്ട് എ സി ഇൻ ആർമേച്ചർ ഇൻ ടു ഡി സി അല്ലെ എ സിനെ ഡി സി ആയി കൺവേർട്ട് ചെയ്യലാണ് ആരുടെ പണി നമ്മുടെ ഡി സി ജനറേറ്ററിൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ വർക്ക് സോ ഇറ്റ് ഈസ് ആൾസോ നോൺ എസ് എന്താണ് മെക്കാനിക്കൽ റെക്ടിഫയർ എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഡി സി മോട്ടറിൽ എന്താണ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ഡി സി ടു എ സി ആണ് എന്നാണ് ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് ഡി സി ടു ഇ സി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സോ ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ മെയിൻ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിന് ഡി സി ആക്കുക അതായത് മെക്കാനിക്കൽ റെക്ടിഫയർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത് ഒരു മോട്ടറിലാണെങ്കിൽ എന്താ ചെയ്യുന്നത് ഡി സി ടു എ സി ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത് മെക്കാനിക്കൽ ഇൻവെർട്ടർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത് സോ ഡ്യൂ ടു ദ ലിമിറ്റേഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ ഡി സി ജനറേറ്റർ ആർ നോട്ട് യൂഷ്വലി ഡിസൈൻ ബിയോണ്ട് 650 വോൾട്ട്സ് എന്നാ പറയുന്നത് കമ്മ്യൂട്ടേറ്ററിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഡി സി ജനറേറ്റർ എന്നാണ് 650 വോൾട്ട് ആ ഒരു റേഞ്ചിലേ വരുള്ളൂ അതിന് ബിയോണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല അത് ഡിസൈൻ ചെയ്യില്ല ദെൻ ഫിസിക്കൽ കണക്ഷൻ ഓഫ് ടു ദ ആർമേച്ചർ വൈൻഡിങ് ഈസ് മെയ്ഡ് ത്രൂ എ കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അറേഞ്ച്മെൻറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എ കമ്മ്യൂട്ടേറ്റർ ഇൻ എ ഡി സി ജനറേറ്റർ ടു കളക്ട് ദ കറന്റ് ജനറേറ്റഡ് ഇൻ ആർമേച്ചർ കണ്ടക്ടേഴ്സ് സോ വൈൽ ഇൻ കേസ് ഓഫ് ഡി സി മോട്ടർ കമ്മ്യൂട്ടേറ്റർ ഹെൽപ്പ് ഇൻ പ്രൊവൈഡ് കറന്റ് ടു ദ ആർമേച്ചർ കണ്ടക്ടർ അതാണ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡി സി ജനറേറ്ററിൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് ജനറേറ്റ് ചെയ്ത് ആർമേച്ചറിൽ എന്താണ് ജനറേറ്റ് ചെയ്ത കറണ്ടിനെ കളക്ട് ചെയ്യലാണ് ചെയ്യുന്നത് പക്ഷേ ഒരു ഡി സി മോട്ടറിലാണെങ്കിൽ എന്താണ് ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ കറണ്ട് പ്രൊവൈഡ് ചെയ്യലാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ കമ്മ്യൂട്ടേറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് എ സെറ്റ് ഓഫ് കോപ്പർ സെഗ്മെൻറ്റ് വിച്ച് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ എന്നാണ് കോപ്പർ സെഗ്മെൻ്റ് ആണ് അതിൽ ഒരു സെറ്റ് ഓഫ് കോപ്പർ സെഗ്മെൻറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂട്ടേറ്ററിൽ അതുപോലെ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽ സോ ഈച്ച് സെഗ്മെൻറ്റ് ഈസ് കണക്റ്റഡ് ഇൻ എ ആർമേച്ചർ കോയിൽ ആൻഡ് കമ്മ്യൂട്ടേറ്റർ ഈസ് കീഡ് ടു ദ ഷാഫ്റ്റ് അതുപോലെ തന്നെ എന്താണ് ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ആർമേച്ചർ കോയിലിലേക്ക് എന്താണ് ഓരോ സെഗ്മെൻറ്റ് എന്തിന് ഈക്വലാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ നമ്മുടെ ആർമേച്ചർ കോയിലിന് ഈക്വലാണ് അതുകൂടാതെ എന്താണ് ഓരോ സെഗ്മെൻറ്റും ആർമേച്ചർ കോയിലും കമ്മ്യൂട്ടേറ്ററും ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷാഫ്റ്റിലേക്ക് കീ ചെയ്തിട്ടുണ്ട് ദെൻ ബ്രഷസ് ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ഓർ ഗ്രാഫൈറ്റ് അടുത്തത് എന്താണ് നമ്മുടെ ബ്രഷസിനെ കുറിച്ചിട്ടാണ് അല്ലേ സാധാരണ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ബ്രഷസ് മെയ്ഡ് ചെയ്യുന്നത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് കൊണ്ടാണ് സോ ദ റെസ്റ്റ് ഓൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ആൻഡ് സ്ലൈഡ് ഓൺ ദ സെഗ്മെൻറ്റ് വിച്ച് ആർ കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് കീപ് ദ ഫിസിക്കൽ കണക്ഷൻ ടു കളക്ട് ദ സപ്ലൈ ടു ദ കറണ്ട് അതാണ് കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ചും ബ്രഷിനെ കുറിച്ചും പറയാനുള്ളത് കേട്ടോ അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എന്ത് വെക്കുന്നത് ബ്രഷസും വെക്കുന്നത് ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഡി സി ജനറേറ്റർ അടുത്തത് എന്താണ് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് എന്താണ് ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ് നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് കേട്ടോ സോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറിയാവുന്നതാണ് നമ്മുടെ ഫാരഡേസ് ലോ എന്താ പറയുന്നത് എ കണ്ടക്ടർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ആൻ അൺസ്റ്റേബിൾ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഗെറ്റ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ ദ കണ്ടക്ടർ സോ ദ ഇൻഡ്യൂസ്ഡ് EMF magnitude can be measured from the equation of electromotive force of a generator
അതുകൂടാതെ എന്താണ് അതിൻ്റെ കറണ്ടിൻ്റെ പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇഫ് ദ കണ്ടക്ടർ ഈസ് പ്രസൻറ്റ് വിത്ത് എ ക്ലോസ്ഡ് ലൈൻ, ദ കറന്റ് വിച്ച് ഈസ് ഇൻഡ്യൂസ്ഡ് വിൽ ഫ്ലോ ഇൻ ദ ലൈൻ. ഇൻ ദിസ് ജനറേറ്റർ ഫീൽഡ് കോയിൽ വിൽ ജനറേറ്റ് ആൻ electromagnetic field as well as the armature conductor and turn into the field. So therefore the electromagnetically induced EMF, അതായത് EMF will be generated within the armature conductors. അതിൻ്റെ കറൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC ജനറേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പാത്ത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഡ്യൂസ് കറൻറ്റിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC മോട്ടർ എടുക്കുകയാണെങ്കിൽ, എ മോട്ടർ ഈസ് എ ഇലക്ട്രിക്കൽ മെഷീൻ വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ energy. So the basic working principle of a DC motor is that whenever a current carrying conductor placed in a magnetic field, it experiences a mechanical force. സോ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളൊരു ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ ആൻഡ് തം ഫിംഗർ ഓഫ് അവർ ലെഫ്റ്റ് ഹാൻഡ് ടു ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് അല്ലേ. സോ ഫസ്റ്റ് ഫിംഗർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഫോർ ഫിംഗർ, എഫ് ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. സെക്കൻഡ് ഫിംഗർ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റിനെയാണ് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് ഫിംഗർ അല്ലേ. സെക്കൻഡ് ഫിംഗർ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് and thumb represented the direction of force. Okay, thumb എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫോഴ്സിനെയാണ്. എക്സ്പീരിയൻസ് ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ, ഓരോ ഫിംഗേഴ്സും എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ തമ്പ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ ഫിംഗർ വന്നിട്ട് ഫീൽഡ്, അതുപോലെ മിഡിൽ ഫിംഗർ അതായത് സെക്കൻഡ് ഫിംഗർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. സോ എഫ് ഇക്വൽ ടു എന്താണ്? BIL ന്യൂട്ടൺ. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. I കറന്റ് ആണ്. ആൻഡ് എൽ പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ വിത്തിൻ ദ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എന്ത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടർ ആൻഡ് DC ജനറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ, അതായത് ടൈപ്സ് ഓഫ് DC ജനറേറ്റർ. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. DC മോട്ടർ എടുത്താലും DC ജനറേറ്റർ എടുത്താലും രണ്ടിൻ്റെയും ക്ലാസിഫിക്കേഷൻസ് ഒന്ന് തന്നെയാണ്. ടൈപ്സ് എന്താണ്? സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ഉണ്ട്, അതുപോലെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ഉണ്ട്. അതുകൂടാതെ അപ്പോൾ എന്താണ്? സെൽഫ് ഉണ്ട്, അതുപോലെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. മോട്ടറിൻ്റെ കേസാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. എന്താണ്? നമ്മുടെ ഫീൽഡ് എക്സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് സെൽഫ് എക്സൈറ്റഡ് ആണോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണോ നോക്കുന്നത് കേട്ടോ. അപ്പോൾ മോട്ടറും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മോട്ടോർ ക്ലാസിഫിക്കേഷൻ എടുത്താലും അതെങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ സെൽഫ് എക്സൈറ്റഡ് ഉണ്ട്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഉണ്ട്. പിന്നെ എഗെയിൻ ദ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ, അതായത് ഓൺ ദ ബേസിക്സ് ഓഫ് എന്താണ്? ഇതിലും എന്താണ്? ഫീൽഡ് കണക്ഷനായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. സോ സെൽഫ് എക്സൈറ്റഡ് ആയിട്ട് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഏതാണ്? ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ. ഈ കോമ്പൗണ്ട് ജനറേറ്ററിന് അതായത് കണക്ഷനെ ബേസ് ചെയ്തിട്ട്, അതായത് കറണ്ടിനെ ബേസ് ചെയ്തിട്ടും അതുപോലെയുണ്ട് കണക്ഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്ത്? ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അതുകൂടാതെ എന്താണ്? ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. പിന്നെ എന്താണെന്ന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ ബേസ് ചെയ്തിട്ടും ഈ കോമ്പൗണ്ട് ജനറേറ്റർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ, അതുപോലെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആയിട്ടും ക്ലാസിഫൈ ചെയ്തതാണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഓൺ ദ ബേസിസ് ഓഫ് കണക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററും ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററും. ഇതേ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് എന്തിലും വരുന്നത്? നമ്മുടെ DC മോട്ടറിൻ്റെ കേസിലും കേട്ടോ. അപ്പോൾ DC മോട്ടറും തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് സെൽഫ് എക്സൈറ്റഡ് DC മോട്ടറുണ്ട്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറുണ്ട്. അതിൽ സെൽഫ് എക്സൈറ്റഡിൽ എഗെയിൻ എന്താണ്? ബേസിസ് ഓഫ് ഫീൽഡ് എഗെയിൻ ഷണ്ട് സീരീസ് കോമ്പൗണ്ടായി കണക്ട് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ടിൽ ബേസ്ഡ് ഓൺ കണക്ഷൻ എന്താണ്? നമ്മൾ ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും ഉണ്ട്. ബേസ്ഡ് ഓൺ കറണ്ട് വന്നിട്ടാണ് നമ്മൾ എന്താണ്? ക്യുമുലേറ്റീവ് കോമ്പൗണ്ടും അതുപോലെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ടും വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ഇപ്പോൾ DC ജനറേറ്ററിൻ്റെ കേസിലാണെങ്കിലും DC മോട്ടറിൻ്റെ കേസിലാണ് ഇങ്ങനെയാണ്. ഫീൽഡ് വൈൻഡിങ് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് എന്താണ്? സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുത്തിട്ടാണ് അല്ലേ. അപ്പോൾ അതിൽ ആർമേച്ചർ കറണ്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? IA ഈക്വൽ ടു IL ആണ്. ടെർമിനൽ വോൾട്ടേജ് VT ഈക്വൽ ടു എന്താണ്? EG മൈനസ് IA RA ആണ്. അതായത് ബ്രഷ് ഡ്രോപ്പ് കൂടി വരുന്നുണ്ട്. അതായത് EG മൈനസ് IA RA മൈനസ് ബ്രഷ് ഡ്രോപ്പ് ആണ് ഇന്ന് DC ജനറേറ്ററിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിൽ വരുന്നത്. അതുപോലെ DC മോട്ടറിൻ്റെ കേസിൽ എങ്ങനെയാണ്? എഗെയിൻ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് സപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണ്? സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ IS ഇസ് ഈക്വൽ ടു എന്താണ്? IA ആണ്. അതുപോലെ EB ഈക്വൽ ടു എന്താണ്? VS മൈനസ് IA RA, അതായത് VS മൈനസ് IA RA മൈനസ് ബ്രഷ് ഡ്രോപ്പ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് എന്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? സെൽഫ് എക്സൈറ്റഡിൽ വരുന്നത് DC ഷണ്ട് ജനറേറ്ററാണ്. DC ഷണ്ട് എങ്ങനെയാണ്? നമ്മുടെ
ആർമേച്ചർ വൈൻഡിങ്ങിന് ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണ് ഷണ്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന ആർമേച്ചർ കറണ്ട് എങ്ങനെയാണ് IA = ISH + IL ആണ്. BT = എന്താണ് EG - IARA, അതായത് EG - IARA - ബ്രഷ് ഡ്രോപ്പ് ആണ് വരുന്നത്. അതേപോലെ DC ഷണ്ട് മോട്ടറിൻ്റെ കേസിലും സെയിം കണക്ഷൻ തന്നെയാണ് അല്ലേ. ആർമേച്ചറിന് എങ്ങനെയാണ് ഷണ്ടായിട്ട്, അതായത് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്താ ഫീൽഡ് വൈൻഡിങ് വെച്ചിട്ടുള്ളത്. സോ IS = എന്താണ് IA + ISH ആണ്. EB = എന്താണ് VS - IARA ആണ്, അതായത് VS - IARA - ബ്രഷ് ഡ്രോപ്പ്. രണ്ടും നോക്കിക്കോളൂ, ക്ലാസിഫിക്കേഷൻ ഏകദേശം ഒരേപോലെ തന്നെയാണ് അല്ലേ നമ്മുടെ DC ജനറേറ്ററിലും DC മോട്ടറിലും വരുന്നത്. അടുത്തത് എന്താണ് നമ്മുടെ സീരീസ് ജനറേറ്റർ അല്ലേ. DC സീരീസ് ജനറേറ്ററിൽ എങ്ങനെയാണ് നമ്മുടെ ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് വെച്ചിട്ടുള്ളത്. സോ IA ആർമേച്ചർ കറണ്ട് IA = എന്താണ് ISC = IL, എല്ലാ കറണ്ടും ഈക്വൽ ആണ് സീരീസിൽ. അതുപോലെ VT = എന്താണ് EG - IA × RA + RSC ആണ്, അതായത് EG - IA × RA + RSC കൂടാതെ എന്തുണ്ടാവും ബ്രഷ് ഡ്രോപ്പ് കൂടി നമ്മൾ വരുന്നുണ്ട്. അതുപോലെ DC സീരീസ് മോട്ടർ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സെയിം അതേ വൈൻഡിങ് കണക്ഷൻ തന്നെയാണ് അല്ലേ. നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് വെച്ചിട്ടുണ്ടാവുക. സോ IA = എന്താണ് ISC = IL തന്നെയാണ്. സോ EB = എന്താണ് VS - IARA + RSC ആണ്, അതായത് VS - IARA + RSC - ബ്രഷ് ഡ്രോപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ സീരീസ് ഷണ്ട് കഴിഞ്ഞു. ഇനി എന്താണ് നമ്മുടെ കോമ്പൗണ്ട് വരുന്നുണ്ട് അല്ലേ. DC കോമ്പൗണ്ട് ജനറേറ്ററിൽ എങ്ങനെയാണ് അക്കോർഡിംഗ് ടു കണക്ഷൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2, ദാറ്റ് ഈസ് എന്താണ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ഉണ്ട്, അതുപോലെ എന്താണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ഉണ്ട്. സിമിലർലി കോമ്പൗണ്ട് മോട്ടർ എടുത്താലും എന്താണ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ ഉണ്ട്, അതുപോലെ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറാണ്. അതാണ് കൂടുതലായിട്ട് നമുക്ക് സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ എങ്ങനെയാണ് സീരീസ് ആർമേച്ചറിന് എഗെയിൻ ആയിട്ട് ഷണ്ടും ഉണ്ടാവും, അതുപോലെ സീരീസും ഉണ്ടാവും അല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ IA = എന്താണ് ISH + ISC ആണ്. BT പറഞ്ഞാൽ എന്താണ് EG - IARA - ISC RSC ആണ്. അതുപോലെ EG - IARA - ISC RSC - ബ്രഷ് ഡ്രോപ്പ് കൂടി വരുന്നുണ്ട് എന്തിൽ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വൈൻഡിങ്സ് നോക്കൂ, ഷണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആർമേച്ചറിന് മേലെയാണ് എന്തിൽ നമ്മുടെ സീരീസ് വൈൻഡിങ് വരുന്നത് അല്ലേ. സോ IA = എന്താണ് ISH + IL തന്നെയാണ്. BT = എന്താണ് EG - IA × RA + RSC ആണ്, ഓർ EG - IARA + RSC - ബ്രഷ് ഡ്രോപ്പ് കൂടി വരുന്നുണ്ട് എന്തിൽ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ. DC കോമ്പൗണ്ട് മോട്ടർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ ഉണ്ട്, ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ ഉണ്ട്. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ളതിൽ IS = എന്താണ് IA + ISH, EB = VS - IARA - ISC RSC ആണ്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് IS = ISH + IA, EB = VS - IA × RA + RSC ആണ്, ഓർ VS - IARA + RSC - ബ്രഷ് ഡ്രോപ്പ്. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ നമ്മുടെ DC ജനറേറ്ററിനെയും കഴിഞ്ഞു, അതുപോലെ തന്നെ DC മോട്ടറിനെയും കഴിഞ്ഞു കേട്ടോ. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്, ഒന്ന് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. അത് വളരെ ഈസി ആയിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ ഒരേപോലെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ ഫോർമുല നോക്കാം DC മോട്ടറിൻ്റെ, അതായത് ബാക്ക് EMF ആണെങ്കിൽ എങ്ങനെയാണ് P5NZ/60A ആണ്. അതുപോലെ മോട്ടറിൻ്റെ കേസിലെ ബാക്ക് EMF എങ്ങനെയാണ് EB = P5NZ/60A, അതായത് K5N തന്നെയാണ്. ലോഡ് കറൻറ്റിനെ കണ്ടുപിടിക്കാൻ എന്താണ് റൂട്ട് ഓഫ് കോൺസ്റ്റൻറ്റ് ലോസ് WC/ആർമേച്ചർ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ലോഡ് കറൻറ്റ് കണ്ടുപിടിക്കുക. ടോർക്ക് T = എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മുടെ DC മോട്ടറിൽ P5ZIA/2πA, അതായത് K5IA വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ പ്രൈം മൂവർ ഔട്ട്പുട്ട് = ടോട്ടൽ ലോസ് + ജനറേറ്റർ ഔട്ട്പുട്ടാണ്. EB = എന്താണ് VT - IARA ആണ് DC മോട്ടറിൽ. അപ്പോൾ DC ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രേ ലോസ് + ടോട്ടൽ കോപ്പർ ലോസ്, സ്ട്രേ ലോഡ് ലോസ് ഡ്യൂ ടു AR. അതുപോലെ സ്ട്രേ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അയൺ ലോസ് + ഫ്രിക്ഷണൽ ലോസ് ആണ്. ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് DC ജനറേറ്ററിൽ എങ്ങനെയാണ് ISH² RSH + IA² RA ആണ്. അതുപോലെ DC ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ പവർ പ്രൊഡ്യൂസറിങ് ആർമേച്ചർ എന്ന് പറഞ്ഞാൽ EG + IA ആണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് P output/Pin, അതായത് EGIA + ടോട്ടൽ ലോസസ് ആണ്. ഇലക്ട്രിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് P output/Pin, അതായത് VT × IL/VT/IL + ടോട്ടൽ കോപ്പർ ലോസ് ആണ്. നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ് എല്ലാതും. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കുക, റിവിഷൻ ക്ലാസ് അല്ലേ, അതാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ദെൻ ഓവറോൾ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ് ജനറേറ്റർ ഔട്ട്പുട്ട്/ജനറേറ്റർ ഇൻപുട്ട് ആണ്, അതായത് VT + IL + VT/IL ടോട്ടൽ ലോസ് ആണ് ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് VNL/VFL എന്നാണ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ജനറേറ്റർ കണ്ടുപിടിക്കുന്നത് കേട്ടോ.
അതേസമയം നമ്മുടെ ഇവിടുത്തെ DC മോട്ടറിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രൈവിംഗ് പവർ ഓഫ് DC മോട്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ പ്ലസ് ട്രേ ലോസസ് ആണ്. BHP എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ 746 എന്ന ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ആർമേച്ചർ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഫ്റ്റ് ടോർക്ക് പ്ലസ് ലോസ്റ്റ് ടോർക്കാണ്. ഡ്രൈവിംഗ് പവർ എന്ന് പറഞ്ഞാൽ EB പ്ലസ് IA ആണ്. ഓവറോൾ എഫിഷ്യൻസി P out ബൈ P in into 100 ആണ്. VT എന്ന് പറഞ്ഞാൽ എന്താണ്? EB പ്ലസ് IA RA പ്ലസ് VBD, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ബ്രഷ് ആണ് എന്ന് പറയുന്നത് VBD എന്ന് പറയുന്നത്. സ്പീഡ് റെഗുലേഷൻ കണ്ടുപിടിക്കുക എന്താണ്? N into NL by N into FL by N by FL ആണ്. എഫിഷ്യൻസി പറഞ്ഞാൽ ഇൻപുട്ട് മൈനസ് ലോസ് ബൈ ഇൻപുട്ട് ആണ്. ഷാഫ്റ്റ് ടോർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ P0 by 2π N. അപ്പോൾ ജസ്റ്റ് നോക്കുക ഓരോ ഫോർമുലാസും DC മോട്ടറിൻ്റെ ആണെങ്കിലും DC ജനറേറ്ററിൻ്റെ ആണെങ്കിലും കേട്ടോ. മെയിനായിട്ട് നോക്കുന്നത് ബാക്ക് EMF. നമ്മുടെ സിലബസിൽ വരുന്നത് EMF ഇക്വേഷൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ DC ജനറേറ്ററിൻ്റെ ലാബ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ് പറയുന്നുണ്ട്. അപ്പോൾ കമ്പാരിസൺ ആണ്. ജസ്റ്റ് ലാബ് വൈൻഡിങ് എന്താണ്, വേവ് വൈൻഡിങ് എന്ന് നോക്കുക. ലാബ് വൈൻഡിങ് ക്യാൻ ബി ഡിഫൈൻ ആസ് എ കോയിൽ വിച്ച് ക്യാൻ ബി ലാബ് ബാക്ക് ടുവേർഡ് ദ സക്സീഡിങ് കോയിൽ. വേവ് വൈൻഡിങ് ഇങ്ങനെയാണ്. വേവ് വൈൻഡിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ലൂപ്പ് ഓഫ് വൈൻഡിങ് ക്യാൻ ബി ഫ്രം എ സിഗ്നൽ ഷേപ്പിലാണ്. ദെൻ ലാബ് വൈൻഡിങ്ങിൽ ദ കണക്ഷൻ ഓഫ് ദ ലാബ് വൈൻഡിങ് ഈസ് ദ ആർമേച്ചർ കോയിൽ ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദ നിയർ ബൈ സെക്ഷൻ ഓഫ് ദി കമ്മ്യൂട്ടേറ്റേഴ്സ്. അതുപോലെ ദ കണക്ഷൻ ഓഫ് ദ വേവ് വൈൻഡിങ് ഈസ് ദ ആർമേച്ചർ കോയിൽ ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദ കമ്മ്യൂട്ടേറ്റർ സെക്ഷൻ ആൻഡ് സെയിം ഡിസ്റ്റൻസ് അബൌട്ട്. Then lab winding number of parallel path are equal to total number of poles and equal ആണ്. Then wave winding number of parallel path is equal to 0. Another name of lab winding is multiple winding, otherwise parallel winding. Another name of wave winding is series winding, otherwise two circuit winding എന്ന് പറയും. Then the EMF of a lab winding is less, EMF of a wave winding is more. Then the number of brushes in lab winding is equivalent to the number of parallel path. The number of brushes in wave winding is equivalent to 2. Then lab winding, the efficiency of lab winding is less, the efficiency of wave winding is high. Then the additional coil used in lab winding is equalizer ring, വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. The additional coil used in wave winding is a dummy coil. The wave winding cost of the lab winding is high, the winding cost of the wave winding is very low. Then the lab winding using for high current low voltage machines, the application of wave winding including low current and high voltage machines. ഇത്രയും കമ്പാരിസൺസ് ജസ്റ്റ് നോക്കുക. ലാബ് വൈൻഡിങ്ങിനും വേവ് വൈൻഡിങ്ങിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. Then characteristics of DC generator. Characteristics എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ജനറേറ്റർ പറഞ്ഞാൽ OCC ഉണ്ട്, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? E0 by IF. അതായത് ഓപ്പൺ സർക്യൂട്ട് ഈസ് ആൾസോ നോൺ എസ് എ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നോ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. എന്നാണ് ഒരു OCC എന്ന് പറയുന്നത് എന്താണ്? എ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നോ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ ജനറേറ്റർ EMF അറ്റ് നോ ലോഡ് ആൻഡ് ഫീൽഡ് കറന്റ് അറ്റ് എ ഗിവൺ ഫീൽഡ് സ്പീഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്താ OCC എന്ന് പറയുന്നത്. ദെൻ ദ OCC കർവ് ഈസ് ജസ്റ്റ് ദ മാഗ്നറ്റൈസേഷൻ കർവ് ആൻഡ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി സിമിലർ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ്. സാധാരണ എന്താണ് OCC കർവ് മിക്ക ജനറേറ്ററും, അതായത് സീരീസ് ആണെങ്കിലും ഷണ്ട് ആണെങ്കിലും കോമ്പൗണ്ട് ആണെങ്കിലും എല്ലാത്തിലും എന്താണ്? സെയിം തന്നെയാണ്. ദെൻ ദ ഡാറ്റ ഓഫ് OCC കർവ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഓപ്പറേറ്റിംഗ് ദ ജനറേറ്റർ അറ്റ് നോ ലോഡ് ആൻഡ് കീപ്പിംഗ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. ദ ഫീൽഡ് കറന്റ് ഈസ് ഗ്രാജുവലി ഇൻക്രീസിംഗ് ആൻഡ് കറസ്പോണ്ടിങ് ടെർമിനൽ വോൾട്ടേജ് ഈസ് റെക്കോർഡഡ്. അതാണ് OCCനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇറ്റ്സ് എ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നോ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ അത് എന്ത് ആയിട്ടുമാണ്? നോ ലോഡ് ആൻഡ് ഫീൽഡ് കറന്റ് വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. ദെൻ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ ഓൺ ലോഡ് ജനറേറ്റഡ് EMF ആൻഡ് ആൻ ആർമേച്ചർ കറന്റ്. ഏതാണ്? E/IA ആണ്. സോ ഓൺ ലോഡ് ജനറേറ്റഡ് EMF EG ഈസ് ആൾവേസ് ലെസ് ദാൻ E0 ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ. സോ EG ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ സബ്ട്രാക്ടിംഗ് ദ ഡ്രോപ്പ് ഡ്യൂ ടു ദ ഡീമാഗ്നറ്റൈസിംഗ് എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഫ്രം ദ നോ ലോഡ് വോൾട്ടേജ്. സോ ദ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ലൈസ് ബിലോ ദി OCCനെ താഴെയാണ് സാധാരണ എൻ്റെ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് വരാറുള്ളത്. Then external characteristics എടുക്കുകയാണെങ്കിൽ അവർ external characteristics curve show the relation between terminal voltage and load current ആണ്. എന്താണ്? ടെർമിനൽ വോൾട്ടേജും ലോഡ് കറൻറ്റും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഒരു ജനറേറ്ററിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഡ്രോൺ ചെയ്യുക. സോ ദ ടെർമിനൽ വോൾട്ടേജ് V is less than the generated EMF EG due to voltage drop in the armature circuit. So that external characteristics curve lies below the internal characteristics curve. എവിടെയാണ് external characteristics വരിക? internal characteristicsൻ്റെ അടിയിലാണ്. So the external characteristics are very important to determine the suitability of a generator for a given purpose, and this type of characteristics is sometimes called as performance characteristics or load characteristics എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത്? നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഓഫ് DC മോട്ടോർ. എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് എന്ന് നോക്കാം. DC മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? 2 point സ്റ്റാർട്ടർ, 3 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ. മെയിനായിട്ട് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അപ്പം എന്താ 2 പോയിൻറ്റ് സ്റ്റാർട്ടർ, 3 പോയിൻറ്റ് സ്റ്റാർട്ടർ, 4 പോയിൻറ്റ് സ്റ്റാർട്ടർ ഉണ്ട് അല്ലേ. മെയിനായിട്ട് ഈ 3 പോയിൻറ്റും 4 പോയിൻറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഷണ്ട് വൂണ്ട് മോട്ടർ, അതായത് കോമ്പൗണ്ട് വൂണ്ട് മോട്ടോഴ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 3 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സും 4 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു 2 പോയിൻറ്റ് സ്റ്റാർട്ടർ? ഒരു DC സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് ഏത് നമ്മുടെ 2 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 പോയിൻറ്റ് സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ് DC series motor. However, a very small DC motor may be started directly by connecting them to the supply with the help of a conductor or a switch. It does not result in any harm because they get a speed quickly due to small rotation inertia. In this case, large starting current will die down quickly because of the fast rise in the back EMF. അടുത്ത എന്താ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ എടുക്കുകയാണെങ്കിൽ, അതായത് the back EMF is developed as motor armature start to rotate in the presence of magnetic field. Initially, back EMF is 0, so starting current is high. So limit this starting current we use എന്നാണ് നമ്മൾ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അതായത് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഷണ്ട് വൂണ്ട് മോട്ടർ അല്ലെങ്കിൽ കോമ്പൗണ്ട് വൂണ്ട് DC മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? 3 പോയിൻറ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. സോ ഈ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ ഈസ് യൂസ് ടു റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ് ആൻഡ് ഇറ്റ് ഹാസ് 3 ടെർമിനൽ. ഒരു 3 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്തിനാണ്? സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടറിൻ്റെ. അതിൽ മെയിൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, ടെർമിനൽസ് ഏതൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പറഞ്ഞാൽ എന്താണ്? ലൈൻ ടെർമിനൽ, അത് പോസിറ്റീവ് സപ്ലൈ ആയിട്ടാണ് കണക്ട് ചെയ്യുക. എ പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ ടെർമിനൽ, അതായത് ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് ടെർമിനൽ, ഫീൽഡ് വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യും. അതുകൂടാതെ എന്താണ്? നോ വോൾട്ട് കോയിൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ഷണ്ട് ഫീൽഡ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ഓഫ് 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൽ കാണാൻ പറ്റും. നമുക്കത് എന്താണെന്നുള്ളത് നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും 3 പോയിൻറ്റ് സ്റ്റാർട്ടറിൻ്റെ ഡയഗ്രമാറ്റിക്കലൊക്കെ കേട്ടോ. പിന്നെ എന്താണ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ വർക്ക് ആസ് എ കറന്റ് കൺട്രോളിംഗ് ഡിവൈസ് ആൻഡ് ഇറ്റ് ഈസ് ഡെഫിഷ്യൻസി ടു ബാക്ക് EMF while it start running off the DC motor. So 4 പോയിൻറ്റ് സ്റ്റാർട്ടർ ആൾസോ വർക്ക് ടു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് തന്നെയായിട്ടാണ് നമ്മൾ 4 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സും യൂസ് ചെയ്യുന്നത്. മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ 4 പോയിൻറ്റ് കമ്പയർ ടു 3 പോയിൻറ്റ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കറന്റ് ഈസ് ഡിറ്റക്റ്റഡ് ഫ്രം ദ ഷണ്ട് ഫീൽഡ് സർക്യൂട്ട്. അത് എന്താണ്? ഹോൾഡിംഗ് കറന്റ് ഡിറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ടാവും, ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഷണ്ട് ഫീൽഡ് സർക്യൂട്ട്. സോ 4 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്തിനാണ്? 4 ടെർമിനൽ സ്പീഡ് അപ്പ് ഓഫ് ദി മോട്ടർ. അത് ഞാൻ ഏതൊക്കെയാണ്? ടെർമിനൽ, ഫീൽഡ് ടെർമിനൽ ഉണ്ട്, ലൈൻ ടെർമിനൽ ഉണ്ട്, നോൺ വോൾട്ട് കോയിൽ ഉണ്ട്, NVC. അതെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഓഫ് 4 പോയിൻറ്റ് സ്റ്റാർട്ടർ ക്യാൻ ബി ഡൺ ഇൻ പാരലൽ വിത്ത് ദ ഫീൽഡ് കോയിൽ. സോ ദ ലൈൻ ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു എ പോസിറ്റീവ് സപ്ലൈ. അതുപോലെ ആർമേച്ചർ ടെർമിനൽ എന്താണ്? വൈൻഡിങ് ഓഫ് എ ആർമേച്ചറായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഫീൽഡ് ടെർമിനൽ എന്നാണ്? ഫീൽഡ് വൈൻഡിങ്ങിനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഇറ്റ് പ്രൊവൈഡ് നോട്ട് ആൻ എഫക്റ്റ് ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ ഹോൾഡ് ഓൺ കോയിൽ ഈവൻ വെൻ ദ ഫീൽഡ് കറന്റ് ചേഞ്ചസ്. ഇത് അത്രയാണ് എന്താ ഓരോ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് 2 പോയിൻറ്റ്, 3 പോയിൻറ്റ് ആൻഡ് 4 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ മെയിനായിട്ട് എന്താണ് DC മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ. എങ്ങനെയൊക്കെയാണ് DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക? അപ്പോൾ നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? V-IARA/K5 ആണ് അല്ലേ. അപ്പോൾ ഒരു DC മോട്ടറിൽ എങ്ങനെയൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ്. സ്പീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സപ്ലൈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ വിച്ച് പ്രൊഡ്യൂസിങ് ദ ഫീൽഡ് കറന്റ്. സോ പ്രാക്ടീസ് ആയിട്ട് എന്താണ്? വേരിയേഷൻ ഓഫ് ദീസ് 3 ഫാക്ടേഴ്സ് ഈസ് യൂസ്ഡ് ടു സ്പീഡ് കൺട്രോൾ. ഈ 3, അതായത് വോൾട്ടേജ്, ആർമേച്ചർ റിയാക്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് RA, അതുപോലെ ഫീൽഡ് ഫ്ലക്സ്, ഇത് 3ഉം വേരി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു മോട്ടറിൻ്റെ സ്പീഡ്, DC മോട്ടറിൻ്റെ സ്പീഡിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തൊക്കെ മെത്തേഡാണ്? ഫസ്റ്റ് വൺ വന്നിട്ട് എന്താണ്? റെസിസ്റ്റൻസ് വേരിയേഷൻ ഇൻ ദ ആർമേച്ചർ സർക്യൂട്ട്. അതായത് ഇതിനെ എന്ത് പറയും? ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ ഓർ റിയോസ്റ്റാറ്റ് കൺട്രോൾ എന്ന് പറയും. അതാണ് ഒരു മെത്തേഡ്. അത് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? വേരിയേഷൻ ഓഫ് ഫീൽഡ് ഫ്ലക്സ്. വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫീൽഡ് ഫ്ലക്സ് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ എന്ന് പറയപ്പെടുന്നുണ്ട്. ദെൻ വേരിയേഷൻ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ എന്ത് ചെയ്യാണ്? ആ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? DC മോട്ടറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, നമ്മുടെ DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിംഗ് എന്ന ടെക്നിക്സിൽ വരുന്നത്. ഓക്കെ.